നിങ്ങൾ ഇവിടെ നിൽക്കൂ. ആരും ഇവിടുന്ന് അനങ്ങിപ്പോരുത്. സാർ വരണം സാർ, ഇരിക്കണം സാർ. സാറിന് സാധനം വല്ലതും വയ്ക്കാനുണ്ട്? നിങ്ങളാരാ? ഞാൻ സത്യപാൽ. എന്താ ജോലി? ജോലി ഇതൊക്കെ തന്നെ. ഈ ഗോഡൌൺ മുഴുവൻ മുതലാളി എന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഞാൻ അറിയാതെ ഒരു സാധനം പുറത്തും പോകില്ല, പുറത്തുനിന്നൊരു സാധനം അകത്തും വരില്ല. സാർ ഏത് സാധനം ഏൽപ്പിച്ചാലും കൃത്യസമയത്ത് എത്തേണ്ട സ്ഥലത്ത് എത്തിയിരിക്കും. എനിക്ക് ഈ സാധനങ്ങൾ മുഴുവൻ ഒന്ന് പരിശോധിക്കണം. അയ്യോ, അതിനല്ലേ സാർ മുതലാളി ശമ്പളം തന്നെ എന്നെ വിടാക്കിയിരിക്കുന്നത്. ഇവിടുന്ന് കള്ളക്കടത്ത് സാധനങ്ങൾ തേയിലപ്പെട്ടിയിലാക്കി പുറത്തു പോകുന്നുണ്ടെന്ന് ഞങ്ങൾക്ക് വിവരം കിട്ടിയിട്ടുണ്ട്. ഇവിടുന്ന്? ഇല്ല സാർ, സാറിന് സ്ഥലം തെറ്റിപ്പോയി. എന്റെ മുതലാളി നല്ല തങ്കപ്പെട്ട മനുഷ്യന്. അത് മനസ്സിലായി. നിങ്ങൾ ഇതൊക്കെ തുറന്നു കാണിക്കും. അയ്യോ സാർ, അതിന് മുതലാളിയുടെ അനുവാദം വേണം. അതില്ലാതെ തന്നെ ഇതൊക്കെ തുറന്നു നോക്കാനുള്ള അധികാരം ഞങ്ങൾക്കുണ്ട്. പോയി പരിശോധിക്കാം. വെട്ടിക്കുത്തി വിളിക്കുന്നു. വെട്ടിക്ക് ഉത്തരം പറയേണ്ടി വരും, പറഞ്ഞേക്കാം. കണ്ടോ സാർ, ഏയില്ല, നിങ്ങളെ ആരോ പറഞ്ഞു പറ്റിച്ചതാണ്. പറ്റിച്ചതാ സാർ. സ്വർണ്ണക്കട്ടികൾ. ഇപ്പൊ എന്ത് പറയുന്നു മിസ്റ്റർ സത്യവാൻ? ഇത് ഞങ്ങൾ ആരും അറിഞ്ഞാൽ ആരോ ഞങ്ങൾ ചതിക്കാൻ ചെയ്തതാ. നിങ്ങളല്ലേ പറഞ്ഞ നിങ്ങൾ അറിയാതെ ഇതിനകത്തൊന്നും നടക്കില്ലെന്ന്? ഇനി ഇത് ചോദിച്ചാൽ നിങ്ങൾ മാറ്റി പറയോ? ഇല്ല. നോയിവരാണ്. ഇയാൾ മനഃപൂർവ്വം കള്ളം പറയുകയാണ്. ആ ഗോഡൌൺ ഈ സത്യവാളിന്റെ പേരിലാണുള്ളത്. അതിനും പുറമെ അതിനകത്തുള്ള സാധനങ്ങൾ മുഴുവൻ തന്റെ ഉത്തരവാദിത്വത്തിലാണെന്ന് ഇയാൾ ഇൻസ്പെക്ടർ വില്യംസിനോട് സമ്മതിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് അതിനകത്തുള്ള കള്ളക്കടത്ത് സാധനങ്ങൾ മുഴുവൻ ഇയാൾ ചെയ്യുന്ന രഹസ്യ വ്യാപാരത്തിന്റെ തെളിവുകളാണ്. എന്റെ ഗുരുവായൂരപ്പ, ഇങ്ങനെ മുഖത്തോട്ട് കള്ളം പറഞ്ഞിട്ടുണ്ടല്ലോ. നാവ് മുഴുത്തോ പറഞ്ഞേക്കാം, നാവ്. എന്റെ പൊന്നു ജഡ്ജി സാറേ, എനിക്ക് ഓർമ്മ വെച്ച കാലത്തോട്ട് ഇന്നൊരു സത്യം മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഇത് വീടല്ല, കോടതിയാണ്. വീടായാലും കോടതിയായാലും എനിക്കൊന്നുമല്ല തന്നെ. ഞാൻ ഉള്ളതെന്ന് പറയും. എന്റെ മുതലാളിമാര് 3 പേരും കൂടെ എന്റെ നാട്ടിൽ വന്നു. അവർക്കൊരു ആപത്ത് വന്നപ്പോ ഞാൻ അവരെ സഹായിച്ചു. ആരാ സഹായിച്ചത്? നിങ്ങളല്ല, ഞാൻ. ഒന്നാം സാക്ഷി പ്രതാപൻ. മുതലാളി വന്ന എന്റെ ഭാഗ്യം. ഞാൻ പറയുന്നൊന്നും അവർ വിശ്വസിക്കുന്നില്ല. മുതലാളി എന്റെ വഴിയാൻ വേണം ഒന്ന് പറഞ്ഞു കൊടുത്തേ. ഇവര് പറയുന്നത് ഗോഡൌൺ എന്റെയാണെന്നാ. ഈശ്വര സാക്ഷിയായി ഈ കോടതി മുമ്പാകെ ഞാൻ സത്യം മാത്രമേ ഉപേക്ഷിക്കൂ. ഇനി കേട്ടോ, നിങ്ങളോ ഞാനോ ആരാ നേര് പറയുന്നത്? മിസ്റ്റർ പ്രതാപൻ, നിങ്ങൾ ഈ നിൽക്കുന്ന മനുഷ്യനെ അറിയുമോ? ഇതെന്ത് ചോദ്യം? മുതലാളി തൊഴിലാളി അറിയായിരിക്കോ? അറിയാം. ഞാൻ അപ്പോഴേ പറഞ്ഞു, അതിനകത്തുള്ള എല്ലാ സാധനങ്ങളും അയാളുടേത് മാത്രമാണ്. ഞങ്ങൾക്ക് അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അയാൾക്ക് ഗോഡൌണുമായിട്ടുള്ള എല്ലാ അവകാശങ്ങളും കിട്ടിബോധിച്ചു എന്നതിന് തെളിവ്. മുതലാളി, ഇയാളെ നിങ്ങൾക്ക് വിടാണ്ട് പിടിച്ചോ? സാറേ, ഇങ്ങനെ പറയുന്നുണ്ടല്ലോ. നിങ്ങൾ എഴുതി കൊടുത്ത അഗ്രിമെന്റ് അല്ലേ ഇത്? ഞാനൊന്നും എഴുതിയില്ല, കൊടുക്കില്ല. ഇത് നിങ്ങളുടെ ഒപ്പല്ലേ? അതെല്ലോ. സത്യപാലം പറയുന്നത് ഒന്നും വിശ്വസിക്കണ്ട. പാവം പേടിച്ചിട്ടുണ്ടെന്ന് നമ്മ പറയാം. ഈ കാരണങ്ങളാൽ പ്രതിയായ സത്യപാലനെ 2 കൊല്ലത്തെ കടയടവിന് ശിക്ഷിച്ചിരിക്കുന്നു. എന്റെ ഭർത്താവിനൊന്നും ചെയ്യരുത് സാർ. അദ്ദേഹം കളവ് പറയില്ല സാർ. എന്റെ മോനെ പിടിച്ച് ആണിയിട്ട് പറയാം. എന്റെ ഭർത്താവ് തെറ്റുകാരനല്ല. അദ്ദേഹത്തെ കൊണ്ടുപോകരുത് സാർ. നിയമത്തിന്റെ മുമ്പിൽ കോടതിയെ തെളിയിക്കപ്പെടുന്ന സത്യം. അദ്ദേഹത്തെ കൊണ്ടുപോകരുത് സാർ. നിങ്ങൾക്ക് വേറെ ആരുമില്ല. സത്യപാലിനെ പറ്റി മൂസാക്ക പറഞ്ഞതെല്ലാം ഞാൻ വിശ്വസിച്ചു. അതെല്ലാം തെറ്റായിരുന്നെന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായി. ഏതായാലും കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു. ഈ വിവാഹം നടക്കില്ലെന്ന് പറയാനാണ് ഞാൻ വന്നത്. സാരമില്ല ചേച്ചി.
കോടതി മുറിയിൽ വെച്ച് ഞാൻ അയാളെ ശ്രദ്ധിക്കുകയായിരുന്നു. വിധി പ്രസ്താവിച്ച ശേഷം അയാൾ ഒന്നും മിണ്ടിയിട്ടില്ല. ആ മൗനത്തിന് പിന്നിൽ മറ്റെന്തൊക്കെയോ ഉണ്ട്. ഇൻസ്പെക്ടർ, യഥാർത്ഥ കുറ്റവാളി ആരാണ്? കാക്കി വസ്ത്രത്തിനുള്ളിൽ നിന്നുകൊണ്ട് നമ്മൾ അതേപ്പറ്റി ചിന്തിച്ചുകൂടും. കുറ്റവാളികളും നിയമവും പറയുന്നവരെ ഇരുമ്പഴിക്കുള്ളിൽ തളച്ചിടും. നമുക്ക് തെളിവുകളല്ലേ പ്രധാനം. പക്ഷെ അയാളൊരു കുറ്റവാളിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏതായാലും നല്ല നടപ്പിന്റെ പേരിൽ ഇയാളുടെ ശിക്ഷ ഇളവ് കൊടുക്കാൻ ഞാൻ ശുപാർശ ചെയ്യാം. താങ്ക് യു. ഇവിടെ ആരുമില്ലേ? എന്ത് വേണം? ഒന്നുമില്ല, വിശേഷങ്ങളൊക്കെ അറിഞ്ഞിട്ട് പോകാന്ന് കരുതി. ഇനിയും ഞങ്ങളെ ദ്രോഹിക്കാനായിരിക്കും. കഴിഞ്ഞതെല്ലാം മറക്കൂ. ഞങ്ങളുടെ ബിസിനസ്സിൽ ഇതൊക്കെ സാധാരണയാണ്. പക്ഷേ ഞങ്ങൾക്ക് ഇത് ആദ്യമാണ്. സാരമില്ലെന്ന്. എത്രയായാലും 2 വർഷത്തെ പ്രശ്നമല്ലേ ഉള്ളൂ. കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് 2 വർഷം അങ്ങ് പോവില്ലേ? ദാ ഇത് വാങ്ങൂ. തൽക്കാലം ഇതിരിക്കട്ടെ. പോകൂ പുറത്ത്. സഹായിക്കാൻ വന്നിരിക്കുന്നു. ദുഃഖങ്ങളോടൊപ്പം അത് സഹിക്കാനുള്ള കരുത്തും ഈശ്വരൻ തന്നിട്ടുണ്ട്. പോകാൻ. വിഷമിച്ചിരിക്കുമ്പോ ഒന്നും പറഞ്ഞാൽ മനസ്സിലായില്ല. അതുകൊണ്ട് ഞാനിപ്പോ പൊക്കോളാം. പക്ഷേ പണത്തെ മാത്രം തള്ളി പറയരുത്. പണം എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ആവശ്യമായി വരും. എപ്പോ വേണമെങ്കിലും നിങ്ങൾക്ക് എന്നെ സമീപിക്കാം. ഇടി, എത്ര നേരമായി പാത്രം തേക്കാൻ തുടങ്ങിയിട്ട്? 1-ാം തീയതി ശമ്പളം വാങ്ങാൻ വന്നോളൂ. ആ തുണിയെല്ലാം മേലെ കൊണ്ട് ഉണക്കാനിട്ട് വേഗം വാ. മൂസാക്കയോ? ആ, എന്നിട്ട് അവരെ ഹോസ്പിറ്റലാക്കിയോ? ശരി, സത്യപാലിനെ അയക്കാനായിട്ട് ഉടനെ വേണ്ട ഏർപ്പാട് ഞാൻ ചെയ്യാം. അല്പ സീരിയസ് ആണ്. മിക്കവാറും ഒരു ഓപ്പറേഷൻ വേണ്ടിവരും. ഈ മരുന്നുകൾ എളുപ്പം വാങ്ങിക്കണം. വില അല്പം കൂടുതലാണെങ്കിലും കിട്ടിയേ തീരൂ. പണം എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ആവശ്യമായി വരും. എപ്പോ വേണമെങ്കിലും നിങ്ങൾക്ക് എന്നെ സമീപിക്കാം. ഞാനിപ്പോ വരാം. സാറിനൊരു സ്ത്രീ കാണാൻ വന്നിരിക്കുന്നു. സ്ത്രീയോ? അതെ. വരാൻ പറയൂ. അകത്തേക്ക് ചെല്ലാൻ പറഞ്ഞു. ഇതാര്? ഉഷയോ? എന്താ പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ തോന്നുന്നത്? സാർ, എന്റെ ചേട്ടത്തി ആശുപത്രിയിലാണ്. ഡോക്ടർ കുറെ മരുന്നുകൾ എഴുതി തന്നു. വാങ്ങാൻ 200 രൂപയെങ്കിലും വേണ്ടി വരും. ഞങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല സാർ. ഇതിലെത്ര വിഷമിക്കാതിരിക്കുന്നു? ഉഷ ചോദിച്ചാൽ 200 അല്ല, എത്രയായിരം രൂപ വേണേ ഞാൻ തരില്ലേ? ബുദ്ധിമുട്ടാവില്ലെങ്കിൽ 200 രൂപ വേഗം തരൂ സാർ. എന്റെ ചേട്ടത്തിയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണ്. വരൂ. പണത്തിന് വിലയുണ്ടെന്ന് ഇപ്പോഴെങ്കിലും മനസ്സിലായല്ലോ. ഇപ്പൊ മാത്രമല്ല, ഇനിയും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഉഷയ്ക്ക് എന്നെ സമീപിക്കാം. വരൂ. ഇതാ. അയ്യോ, എനിക്ക് ഇത്രയൊന്നും വേണ്ട സാർ. 200 രൂപ മാത്രം മതി. അത് വെച്ചോളൂ. പണം മഹാലക്ഷ്മിയാണ്. കയ്യിൽ വരുന്ന ഭാഗ്യം തട്ടിക്കളയരുത്. ആരെ അച്ഛനെ
പക്ഷേ എന്ത് പറ്റി നിനക്ക്? എനിക്കൊന്നുമില്ല ഏട്ടാ. വേഗം പോയി ചേട്ടത്തിയെ രക്ഷിക്കൂ. ഇതാ മരുന്നുകൾ. ഉഷേ, ഉഷേ എന്താ ഇത്? ഞാനിനി ജീവിക്കില്ല. ഉഷേ, ചേട്ടത്തിക്ക് മരുന്ന് വാങ്ങിക്കാൻ പണത്തിന് വേണ്ടിയാണ് ഞാൻ പോയത്. പക്ഷേ അതിന് വിലയായി. എനിക്ക് എന്നെ തന്നെ കൊടുക്കേണ്ടി വന്നു. സാരമില്ല ചേട്ടാ, ജീവിച്ചിരുന്ന് ഞാൻ ആർക്കും അപവാദം വരുത്തി വയ്ക്കില്ല. ഞാൻ വിഷം. അനിയത്തി, ആരാണ് നിന്നെ നശിപ്പിച്ചത്? സുരേഷ്. ഉഷേ, ഉഷേ. സത്യമായി എന്താ ഉഷയ്ക്ക് എന്ത് പറ്റി? സത്യപാലൻ, നിങ്ങൾ എന്താ ഒന്നും വേണ്ടാത്തത്? മിസ്റ്റർ സത്യപാലൻ, ഓപ്പറേഷൻ വിജയകരമായിരുന്നു. നല്ലൊരു പെൺകുഞ്ഞ്. പക്ഷേ അതിന്റെ ജീവൻ രക്ഷിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല. മാത്രമല്ല, ഇനി ഒരിക്കലും നിങ്ങളുടെ ഭാര്യക്ക് ഒരമ്മയാകാൻ കഴിയില്ല. നിങ്ങളെ ഏമാൻ വിളിക്കുന്നു. വരൂ സത്യവാൻ, നിങ്ങൾക്ക് പോവാം. നിങ്ങളുടെ ശിക്ഷയുടെ കാലാവധി ഇളവ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ എന്തും ആകട്ടെ, നിങ്ങൾ നല്ലവനാണെന്ന് എനിക്കറിയാം. നാളെ രാവിലെ എന്റെ വീട്ടിലേക്ക് വരും. നിങ്ങൾക്ക് പറ്റിയൊരു ജോലി ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്. പൊയ്ക്കോളൂ. സത്യപാൽ, കഴിഞ്ഞതൊക്കെ നമുക്ക് മറക്കാം. ഇന്നു മുതൽ പുതിയൊരു ജീവിതം ആരംഭിക്കാം. നിനക്ക് വേണ്ടതൊക്കെ ഞങ്ങൾ തരാം. മരിച്ചുപോയ എന്റെ അനിയത്തെ തിരിച്ചു തരാൻ നിങ്ങൾക്ക് കഴിയോ? അത് പ്രസവിക്കും മുമ്പേ ജീവൻ നഷ്ടപ്പെട്ടു പോയ എന്റെ കുഞ്ഞിനെ തിരിച്ചു തരാൻ നിങ്ങൾക്ക് കഴിയോ? ഇവൻ നമുക്കൊരു ഭീഷണിയാണ്. അല്ല, സത്യവാൻ വരുന്ന വഴിയാണോ? അല്ല, ഇതാരാണ്? സത്യവാലനാ. എത്ര നാളായി നമ്മൾ കണ്ടിട്ട്. ഇപ്പൊ വരുന്ന വഴിയാണ്. എന്താണെന്നും ഉണ്ടാക്കുക.
സത്യപാലൻ എന്താ എന്നെ കാണാൻ വരായിരുന്നത്? ഒരു ജോലി ശരിപ്പെടുത്തരാമെന്ന് ഞാൻ പറഞ്ഞതല്ലേ? ആ ശരി, നാളെ വന്നാലും മതി. വരുമോ? ഇല്ല. എന്തുകൊണ്ട്? ഇത്രയും നാൾ ജയിലിൽ കഴിഞ്ഞ ഒരാൾക്ക് വീട്ടിൽ തിരിച്ചെത്തിയാൽ അല്പമെങ്കിലും വിശ്രമിക്കണ്ടേ ഇൻസ്പെക്ടർ? ഈ ആ സമയത്ത് എങ്ങോട്ടാ? എന്താ ഒന്നും മിണ്ടാത്തത്? അന്നത്തെ ആ കോടതി വിധിക്ക് ശേഷം നിങ്ങളിൽ വന്ന മാറ്റങ്ങൾ ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണെങ്കിലും എന്നോട് പറഞ്ഞൂടെ? എവിടേക്കാ ഇപ്പൊ പോകുന്നത്? ഞാൻ എവിടെ പോകുന്നു, എന്തിനു പോകുന്നു, എപ്പോ പോകുന്നു എന്നൊന്നും നീ എന്നോട് ചോദിക്കരുത്. നിന്റെ മുഖത്ത് നോക്കി എനിക്ക് കള്ളം പറയാനാവില്ല.